CSI സഭയുടെ മാവേലിക്കര വൈദിക ജില്ലയുടെ ആഭിമുഖ്യത്തിൽ ബൈബിൾ കൺവെൻഷൻ കായംകുളം ബിഷപ്പ് മൂർ വിദ്യാപീഠം സ്കൂളിൽ ആരംഭിച്ചു. ജില്ലാ ചെയർമാൻ ഫാദർ CI ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. CSI സഭയുടെ മാവേലിക്കര വൈദിക ജില്ലയുടെ ആഭിമുഖ്യത്തിൽ ബൈബിൾ കൺവെൻഷൻ കായംകുളം ബിഷപ്പ് മൂർ വിദ്യാപീഠ സ്കൂളിൽ ആരംഭിച്ചു. കൺവെൻഷൻ 2 ദിവസങ്ങളിലായാണ് നടക്കുന്നത്. ഞായറാഴ്ച രാവിലെ 10-ന് ആരംഭിക്കുന്ന കുർബാനയോടുകൂടി കൺവെൻഷൻ അവസാനിക്കും. ആദ്യ ദിവസം ബോർഡ് വിദ്യാപീഠം സ്കൂളിന്റെ ബേസറും കൺവെൻഷൻ കൺവീനറുമായ ഫാദർ അനീഷ് പടിക്കാമണ്ണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ ചെയർമാൻ ഫാദർ CA ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് ഫോർട്ട് കൊച്ചി CSI ഇടവക വികാരി ഫാദർ കുര്യൻ പീറ്റർ മുഖ്യ സന്ദേശം നൽകി. കൺവെൻഷൻ കൺവീനർമാരായ ഫാദർ ബിജു വർക്കി ജോർജ്, ജോൺ ഡേവിഡ്, ജില്ലാ സെക്രട്ടറി PS വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിക്കുവാൻ ഈ ആണ്ടിലെ കൺവെൻഷൻ യോഗങ്ങൾക്ക് അവിടുന്ന് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചാരംഭിക്കുന്ന നിമിഷം മുതൽ യോഗം അവസാനിക്കുന്ന സമയം വരെയും അവിടുത്തെ സാന്നിധ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വൈദികരെയും സഭാ ശുശ്രൂഷകരെയും ഈ ജില്ലയുടെ ചുമതലക്കാരെയും വിശേഷാൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തെയും ഒക്കെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്നും നാം സുഖങ്ങളുടെയും സമൃദ്ധിയുടെയും മധ്യത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തെ മറന്നു പോകുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശമൂവേൽ ബാലനെ പോലെ ദൈവത്തിൻ്റെ വചനം നമ്മളോട് അഡ്വൈസ് ചെയ്യുന്നു. നാം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് തയ്യാറാകണം. ഈ ദിവസങ്ങളിൽ, ഈ 4 ദിവസങ്ങളിൽ ഇവിടെ കൺവെൻഷൻ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു വലിയ സമർപ്പണത്തിൻ്റെ ദിനമായി മാറുവാൻ ശമൂവേൽ സമർപ്പിച്ചതുപോലെ സ്വയം ദൈവത്തിങ്കിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, ഇതുവരെ അറിയാത്ത ദൈവത്തിങ്കിലേക്ക് നാം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവനായി ഏക സത്യ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതം മുന്നേറുവാൻ നമുക്ക് സഹായിക്കുവാനായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ വചനം ഇന്ന് കുര്യൻ പീറ്റർ അച്ഛനിലൂടെ തുടർന്നുള്ള ദിവസങ്ങളിലുള്ള ദൈവദാസന്മാരുടെ ശബ്ദങ്ങളിലൂടെ നമുക്ക് ശ്രമിക്കുവാൻ സാധിക്കണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയ വർഷം എല്ലാം ഒന്നുകൂടെ ആരംഭിക്കുന്നതിന് ദൈവം നമുക്ക് നൽകുന്നതായ സന്ദർഭമാണ്. അത് നമുക്കേവർക്കും അർത്ഥവത്തായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇവിടെ പ്രിയപ്പെട്ട PS വർഗീസ് സാറും അനീഷ് അച്ഛനും ശമൂവേൽ ബാലൻ്റെ ദൈവത്തോട് പ്രതിവചിച്ചതായ വാക്കുകളാണല്ലോ നമ്മെ ഓർപ്പിച്ചത്. 2025 മധ്യകേരള മഹാ ഇടവക സമർപ്പണത്തിൻ്റെ വർഷമായി വേർതിരിച്ച് പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ കുറിവാക്യം അതാണ്: യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. ദൈവം വചനമയച്ചാൽ അത് ഒരിക്കലും വെറുതെ മടങ്ങി വരത്തില്ല. ഗോഡ്സ് വേർഡ് ഈസ് ഓൾവേസ് ബിക്കമിങ് ആൻ ഇവൻറ്റ് എന്നാ പറയുന്നത്. ദൈവം വചനമയച്ചാൽ അതൊരു സംഭവമായി മാറും. കർത്താവ് വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി. When Jesus said, I am the light of the world, he was actually giving sight to the blind. കർത്താവ് വെളിച്ചമാണെന്ന് വെറുതെ പറഞ്ഞാൽ അവൻ കുരുടരുടെ കണ്ണുകൾക്ക് കാഴ്ച തുറന്നു കൊടുത്തു. യേശു കർത്താവ് ഞാൻ പുനരുദ്ധാനവും ജീവനുമാണെന്ന് പറഞ്ഞപ്പോൾ അനേക ആളുകളെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ, ഉയർത്തെഴുന്നേൽപ്പിക്കാനായിട്ട് സാധിച്ചു. നമ്മുടെ ഉള്ളങ്ങളെ അറിയുന്നതാണ്. അതുകൊണ്ട് പ്രാർത്ഥന വേണം, ദൈവാശ്രയം വേണം. ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്ന് പ്രിയപ്പെട്ട അനീഷച്ചൻ തുടക്കത്തിൽ ഓർപ്പിച്ചല്ല. ഈ പ്രാർത്ഥന നമുക്കുണ്ടോ? ദൈവം സംസാരിക്കാഞ്ഞിട്ടല്ല, എൻ്റെ ഹൃദയം തുറക്കണം, എൻ്റെ കാതുകൾ തുറക്കണം, കണ്ണുകൾ തുറക്കണം.
ദൈവം നിശ്ചയമായിട്ടും അനുഗ്രഹങ്ങളുടെ മാരി നമ്മുടെ മേൽ ചൊരിയുമെന്ന് യാതൊരു സംശയമില്ല. 14 ഇടവകകളിൽ നിന്നുള്ള വൈദികരും സഭാ ശുശ്രൂഷകരും സഭാംഗങ്ങളും പങ്കെടുക്കുന്നുണ്ട്. CDNet ന്യൂസ്, കായംകുളം.